ഇത്ര നേരത്തെ മേക്കപ്പ് ഇട്ടാലേ കുറച്ച് സമയം കഴിയുമ്പോ എല്ലാം പ്രശ്നമാവും. ചേച്ചി ഇപ്പോ ഫൗണ്ടേഷൻ മാത്രം ഇട്ടെന്നാ മതി. ആഹാ, നിങ്ങൾ ഒരുങ്ങാൻ തുടങ്ങിയോ? ഞാൻ കരുതി എല്ലാവരും ഹാളിലേക്ക് പോയിട്ടാണ് ഇതൊക്കെ തുടങ്ങുന്നതെന്ന്. ഹാളിലേക്ക് ചെന്ന ആവശ്യത്തിന് സമയം കിട്ടില്ല. ഇവളെ മേക്കപ്പ് ചെയ്യുന്നത് ഇവളുടെ കൂട്ടുകാരി ഹിമയാ. അവളിപ്പോ വരും. അതിനു മുൻപ് ഈ ഫൗണ്ടേഷൻ ഒന്ന് ഇട്ട് വെക്കാൻ പറഞ്ഞു. ആ ഫൗണ്ടേഷൻ ഇട്ട് കഴിഞ്ഞേ ബാക്കിയുണ്ടെങ്കിൽ എനിക്ക് കുറച്ച് തരണേ. വേദയുടെ വിവാഹ നിശ്ചയത്തിന് വേദയുടെ ചേച്ചിയും ഭർത്താവും ഒന്ന് ഒരുങ്ങി നിൽക്കണ്ടേ? വിജയ്ക്ക് മേക്കപ്പിന്റെ ഒരാവശ്യവും ഇല്ല. താങ്ക് യു, താങ്ക് യു. ഇട്ടിട്ട് ഒരു കാര്യമില്ലാത്തോണ്ട് പറഞ്ഞേ ഉള്ളൂ. അങ്ങനെ ആയിരുന്നോ? അത് ശരി. എന്ത് ധൈര്യത്തിലാ ഈ നിശ്ചയത്തിന് എല്ലാരും പുറപ്പെട്ടു പോകുന്നത്? അളിയൻ ഇനി അവിടെ എന്തൊക്കെയാണാവോ കാണിച്ചു കൂട്ടാൻ പോകുന്നത്? ഏട്ടൻ ആ വഴിക്ക് വരാതിരുന്നാ മതിയായിരുന്നു. നീ എന്തായി പറയുന്നേ? നിശ്ചയത്തിനും വിവാഹത്തിനും ഒക്കെ ആങ്ങള് ചെയ്യേണ്ട കുറെ കാര്യങ്ങളില്ലേ? അത് സൂര്യ മാറി നിന്നാൽ എങ്ങനെയാ? എനിക്ക് പേടിയാ. രഞ്ജിത്തിനെ ഏട്ടന് തീരെ ഇഷ്ടമല്ല. അതുകൊണ്ട് എന്തെങ്കിലും ചെയ്ത് ഏട്ടൻ ഈ വിവാഹം മുടക്കാൻ ശ്രമിക്കും. അക്കാര്യത്തെ 100% ഞാൻ പിന്താക്കും. ഒരു വിവാഹ നിശ്ചയമാണെന്നോ വിവാഹമാണെന്നോ നോക്കുന്നവനല്ല ഈ സൂര്യ. വെറുതെ ഓരോന്ന് പറഞ്ഞ് പേടിപ്പിക്കാതെ. ചേച്ചി, ഞാനൊരു കാര്യം പറഞ്ഞ നിങ്ങൾ രണ്ടുപേരും കൂടി അത് നടത്തി തരൂ. നീ പറ. ഏട്ടനോ നന്ദിനിയോ ഇന്നത്തെ വിവാഹ നിശ്ചയത്തിന് പങ്കെടുക്കരുത്. ഇനിയിപ്പോ ഇതിന്റെ പേരിൽ ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചാ അതിന്റെ മറുപടി നമുക്ക് പറയാം. ഇനിയിപ്പോ നന്ദിനി എന്തെങ്കിലും ചെയ്തിട്ടാണെങ്കിലും ഏട്ടൻ അങ്ങോട്ട് വരാതെ നോക്കണം. നീ എന്തൊക്കെയാടി പറയുന്നേ? ഇതിന്റെ പേരിൽ നന്ദിനി എന്തെങ്കിലും ചെയ്യാമെന്ന് നമ്മൾ കരുതിയാൽ നിശ്ചയം മുടങ്ങും. അതെങ്ങനെ? നന്ദിനി എന്തെങ്കിലും ചെയ്യുന്ന ആളെ സൂര്യ മിക്കവാറും തീക്കുമല്ലോ. കുടുംബത്തിലൊരു മരണം നടന്നു കഴിഞ്ഞാൽ പിന്നെ വേറൊരു ചടങ്ങ് അന്ന് തന്നെ നടക്കുവോ? എനിക്കെന്തായാലും ചാവാനൊന്നും പറ്റില്ല. ഇനിയൊരു 70 വയസ്സൂടെ എനിക്ക് ജീവിക്കണം. അതുകൊണ്ട് ഇതിലിടപെടാനൊന്നും ഞാനില്ല. ഇന്ദ്രജെ, താനേ എന്താന്ന് വെച്ചാൽ അങ്ങ് ചെയ്തോ. എടി, നീ ഒന്ന് സമാധാനിക്കേ. മമ്മിയുണ്ട്, ഹരിതയുണ്ട്, ബാക്കി എല്ലാവരും ഉണ്ടല്ലോ. എന്ത് പ്രശ്നം വന്നാലും അവര് നോക്കിക്കോളും. ഏട്ടനാണത്ര. മനുഷ്യന് നാണം കെടുത്താൻ വേണ്ടി മാത്രം ഒരു ജന്മം. അയാൾക്ക് ജീവിക്കണം, അയാൾക്ക് ആളാവണം. അല്ലാതെ മറ്റുള്ളവരെ കുറിച്ച് ചിന്തിക്കേ വേണ്ട. രഞ്ജിത്തിനെ നാണം കെടുത്തുന്നത് പല സമയത്ത് ഞാൻ കണ്ടതാ. നോക്കിക്കോ, ഇനി അത് ആവർത്തിക്കാനാ ഉദ്ദേശമെങ്കിൽ ഞാൻ ഏട്ടന്റെ മുന്നിൽ കൈ ചൂണ്ടി സംസാരിക്കും. അപ്പൊ ഏതാണ്ട് തീരുമാനമായി. ഗംഭീരാവും. വിജയ്, ഒന്ന് പോകുന്നുണ്ടോ? ഞാൻ പോയാ നിങ്ങൾക്ക് സമാധാനം കിട്ടുമെങ്കിൽ ഞാൻ പോയേക്കാം. പക്ഷേ നിങ്ങൾ രണ്ടുപേരുവേ കൂടുതൽ പ്ലാനിംഗ് ഒന്നും വേണ്ട. കാരണം നമ്മൾ എന്ത് പ്ലാൻ ചെയ്താലും അത് മാനത്ത് കാണുന്ന ആളാ സൂര്യ. കേട്ടോ? പ്ലാൻ ചെയ്യല്ലേ. ചേച്ചി പോട്ടെ. എങ്ങനെയെങ്കിലും ഈ വിവാഹം ഒന്ന് നടന്നു കിട്ടിയാ നിനക്ക് രഞ്ജിത്തിനോടൊപ്പം പറക്കാലോ. പിന്നെ ആര് വരുന്ന ശല്യപ്പെടുത്താൻ? അങ്ങനെ ആലോചിക്ക്. സമാധാനിക്ക്.
സൂര്യയോടൊരു കാര്യം പറയാനുണ്ടായിരുന്നു. സൂര്യ, സൂര്യ, അച്ഛനാ? എന്താ അച്ഛാ? എന്താ ഈ നേരത്ത്? നിന്നോട് കുറച്ച് സംസാരിക്കാനുണ്ട്. നീ പോയി മുഖം കഴുകിയിട്ട് വാ. ഓക്കെ, അച്ഛൻ പറഞ്ഞോ. ചെന്ന് മുഖം കഴുകിയിട്ട് വാ.